ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. അങ്ങനെ ഹ്യുണ്ടായി ഫൈനലി അവരുടെ പുതിയ ക്രെറ്റ എൻലൈൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാം ഞാനതിൻ്റെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വാഹനത്തിലേക്ക് വരാം. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ ആസ്പെക്റ്റ്, അതുപോലെ പ്രൈസ്, ഇത് വാല്യൂ ഫോർ മണി ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും ഡിസൈൻ ആസ്പെക്റ്റിൽ നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ ഈ വാഹനത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്ക് പുതിയ ഗ്രില്ലാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ അവർ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബമ്പറിൻ്റെ ഡിസൈൻ മാറ്റിയതുകൊണ്ട് കൂടിയാണ് ഒരു ഗ്രില്ല് കുറച്ച് താഴേക്ക് ഇറക്കിയത്. അതുപോലെ നമുക്ക് ഹ്യുണ്ടായുടെ ലോഗോയുടെ പ്ലേസ്മെൻറ്റ് കുറച്ച് താഴത്തേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ആ ബമ്പറിൻ്റെ എഡ്ജസിലായിട്ട് ചെറിയ റെഡ് ടിപ്പ് വരെ കാണാൻ പറ്റുന്നുണ്ട്. അഗൈൻ അത് എൻലൈൻ സ്പെസിഫിക് ആണ്. പിന്നെ എൻലൈൻ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കളർ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ബ്ലൂ കളർ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേ കളർ പോലത്തെ കളർ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാം സെയിം ആണ്. അതായത് ലൈറ്റ്സ് സെയിം ആണ്, DRLസിൻ്റെ ഒരു ഡിസൈനൊക്കെ സെയിം ആണ്. LED ലൈറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത്. അതിപ്പം ഓബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ട ചെറിയൊരു റെഡ് ടിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ എക്സ്റ്റൻഷൻ പോലെ നല്ല രീതിയിൽ മൊത്തത്തിൽ റെഡ് സറൗണ്ട് പോലെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വീൽ ആർച്ചിൻ്റെ ഒക്കെ താഴത്തെ പോർഷനിലായിട്ട്. അത് കാണാൻ രസമുണ്ട്, കാരണം ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് മൊത്തത്തിൽ അവർ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആ റെഡ് തീം ഒന്നുണ്ട്, വണ്ടി കാണാൻ കുറച്ചും കൂടെ എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ ഇതിനകത്ത് വേറെ കുറച്ച് എലമെൻറ്റ്സ്, അതായത് നമ്മുടെ സി പില്ലറിൽ വരുന്ന ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഗ്രേ കളർ എലമെൻറ്റ് മാറ്റി ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ ORVMs ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. റൂഫ് നമുക്ക് കംപ്ലീറ്റ്ലി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതല്ലാണ്ട് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഈ വാഹനത്തിൻ്റെ അലോയ് വീൽസിലാണ്. നമുക്ക് നോർമൽ ക്രെറ്റയിൽ ഇപ്പോഴും 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. നമ്മുടെ സെൽട്ടോസിലൊക്കെ Kia 18 ഇഞ്ചാണ് കൊടുക്കുന്നത്. പക്ഷേ എന്നാൽ എൻലൈനിലേക്ക് വരുമ്പോഴേക്കും ക്രെറ്റയിൽ നമുക്കിങ്ങനെ ഫൈനലി 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടിയിരിക്കുകയാണ്. നല്ല അലോയ് വീൽസാണ് കാണാനൊക്കെ. നോർമലി വരുന്ന ക്രെറ്റയിലും എനിക്ക് കുറച്ചുകൊണ്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇത് കാണാനാണ്. ശരിക്കും അവർ ഈ അടുത്ത് i20 ഫേസ് ലിഫ്റ്റ് ഇറക്കിയായിരുന്നു. അതിൻ്റെ എൻലൈൻ്റെ അലോയ് വീൽസ് വലിയ രസമില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ എൻലൈൻ്റെ അലോയ് വീൽസ് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പഡിൽ ലാംപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഫെൻഡറിൽ അവിടെയായിട്ട് എൻലൈൻ്റെ ബാഡ്ജിങ് കാണാം. റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. പക്ഷേ ബമ്പർ മാറിയതുകൊണ്ട് കുറച്ച് സാധനങ്ങളുടെയൊക്കെ പ്ലേസ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് റിവേഴ്സ് ലൈറ്റിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ബമ്പറൊക്കെ ഇവിടെ നമുക്ക് ഒരു റെഡ് ആക്സെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ താഴത്തായിട്ട് നമുക്ക് 2 ഫങ്ഷണൽ ആയിട്ടുള്ള എക്സോസ്റ്റ് പൈപ്പുകൾ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം ആണ്. അതായത് നമുക്ക് ഈ ഒരു ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ സെയിം ആണ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് എടുത്തിരിക്കുന്ന വൈപ്പർ, വിൻഷീൽഡിൻ്റെ ഡിസൈൻ, എല്ലാ സാധനങ്ങളും എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ എടുത്തു നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, ഈ വാഹനത്തിൻ്റെ പുതിയ സ്പോയിലർ. അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വലുതല്ല, പക്ഷെ എന്നാലും സ്പോർട്ടി ആയിട്ട് കാണിക്കാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു സ്പോയിലറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ നമ്മുടെ ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് പൈപ്പ്, ഇത് ശരിക്കും അത്യാവശ്യം ലൗഡാണ്. നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ഓടിക്കുമ്പം ചിലപ്പം ഭയങ്കര ലൗഡായിട്ട് തോന്നുന്നില്ല. നമ്മൾ വിൻഡോസൊക്കെ പൊക്കിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗണ്ട് കേൾക്കാൻ പറ്റും. എന്തായാലും ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ അത്യാവശ്യം സൗണ്ടുള്ള എക്സോസ്റ്റ് സിസ്റ്റം ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് വളരെ റെയറാണ്. പണ്ടത്തെ കാലത്ത് അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു. എന്തായാലും അപ്പോൾ അത് നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. സോ അതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പറയത്തക്ക ഫീച്ചേഴ്സിൻ്റെ പുതിയ അപ്ഗ്രേഡേഷൻ ഒന്നും വന്നിട്ടില്ല. അത് ഞാൻ ആദ്യം തന്നെ കൺഫേം ചെയ്തേക്കാം. നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് വ്യത്യാസം പറയാൻ പറ്റുന്നത് ഇൻറ്റീരിയർ മൊത്തത്തിൽ ബ്ലാക്ക് ഫിനിഷിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ അവർ കുറേ കളർ ഉണ്ടായിരുന്നു, അതായത് വൈറ്റ് ഉണ്ടായിരുന്നു, ഗ്രേ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു മിശ്രിതമായിരുന്നു പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ. എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് കിട്ടുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഹ്യുണ്ടായുടെ സെയിം എൻലൈൻ സ്പെസിഫിക് അല്ലെങ്കിൽ പുറത്തൊക്കെ എന്നിലും ഈ സെയിം സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ആക്ച്വലി നല്ല സ്റ്റിയറിംഗ് ആണ്, പിടിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഈവൻ ഫീൽ ആണെങ്കിലൊക്കെ എൻലൈൻ സ്റ്റിയറിങ്ങുകളിൽ ഹ്യുണ്ടായി പൊതുവെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താറുണ്ട്. അതായത് മൊത്തത്തിലുള്ള ആക്യുറസി ഒക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ എൻലൈൻ അല്ലാത്ത വേരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ഷാർപ്പായിരിക്കും ഇതിൻ്റെ സ്റ്റിയറിംഗ്. അതുപോലെ പാഡൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. എൻലൈൻ്റെ ബാഡ്ജിങ് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ താഴത്തായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് കാണാം, ഒരുപാട് റെഡ് ആക്സൻസ് അവരിങ്ങനെ വലിച്ചു കയറി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ലിസ്റ്റിൻ്റെ താഴത്ത് വരുന്ന ആ ഒരു പോർഷനിൽ റെഡ് ആക്സൻ എടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ പാസഞ്ചർ സൈഡിൽ വരുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു റെഡ് സ്ട്രൈപ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല. അതായത് ഒരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ഓവറായിട്ട് തോന്നും. പക്ഷേ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. പണ്ട് ക്രെറ്റ ടർബോയിൽ അകത്തൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ റെഡ് ആക്സൻസ് കൊടുക്കുമായിരുന്നു. ഇത്ര ഒന്നും ഇല്ലായിരുന്നു, കുറച്ചായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്തായാലും അവർ അത്യാവശ്യം നല്ലോണം തന്നെ റെഡ് പുഷ് ചെയ്യുന്നുണ്ട് അകത്ത്. പിന്നെ ഡാഷ്ബോർഡ് മൊത്തം ബ്ലാക്ക് ആയതുകൊണ്ട് സ്വാഭാവികമായും സീറ്റും മൊത്തം ബ്ലാക്ക് ആയിരിക്കും എന്നുള്ള കാര്യം ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അവർ എന്നിൻ്റെ ബാഡ്ജിങ് ഒക്കെ സീറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ലെതറഡ് സീറ്റ്സ് ആണ് വരുന്നത്. വെന്റിലേഷൻ ഫംഗ്ഷനൊക്കെ തീർച്ചയായും ഉണ്ട്. അതായത് ഫ്രണ്ടിലത്തെ 2 സീറ്റ്സ് നമുക്ക് കൂളിംഗ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ സീറ്റ്സിലാണെങ്കിലും അവർ റെഡ് ആക്സൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ. അതിൻ്റെ അകത്ത് ആ റെഡ് കോമ്പിനേഷനിൽ അവിടെ വരുമ്പോൾ അത്യാവശ്യം സ്പോർട്ടിയാണ്.
സീറ്റിൻ്റെ ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്പോർട്ടി വണ്ടി ആയതുകൊണ്ട് സ്പോർട്ടി ബക്കറ്റ് സീറ്റ്സ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പോകും, പിന്നെ ചിലപ്പോൾ അത്ര നമുക്ക് കംഫർട്ട് കിട്ടണമെന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇനി ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, കാരണം ഞാൻ ആദ്യം പറഞ്ഞാണ് ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് പുതിയ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല എന്നുള്ളത്. നമുക്ക് ക്രെറ്റ ഫേസ് ലിഫ്റ്റിൽ കിട്ടിയ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലും അവൈലബിൾ ആണ്. അതിപ്പോൾ ഡ്യുവൽ സോൺ AC ആവട്ടെ, പാനോറാമിക് സൺറൂഫ് ആവട്ടെ, അല്ലെങ്കിൽ 10.2 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആവട്ടെ, പിന്നെ പുതിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആവട്ടെ, അതുപോലെ വയർലെസ് ചാർജിങ് അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ പറയേണ്ട ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങി ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഉണ്ട്, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ഉണ്ട്, 360 പാർക്കിംഗ് ക്യാമറ, അങ്ങനെ. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് മെയിൻ സംഭവം, ഇതൊരു സ്പോർട്ടി വണ്ടിയാണല്ലോ, അപ്പോൾ ഇതിൻ്റെ എഞ്ചിനൊക്കെ എന്താണെന്ന് അറിയണമല്ലോ. ഈ അടുത്ത് നമ്മൾ പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റിൽ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് വെർണയിലൊക്കെ ഉണ്ടായിരുന്നു. വെർണയിൽ ഭയങ്കര ഫാസ്റ്റാണ് ഈ എഞ്ചിൻ. എന്തായാലും ഇതിൻ്റെ അകത്ത് വരുമ്പോഴേക്കും സെയിം പവർ 160 PS, അതുപോലെ തന്നെ 253 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന 1.5 ലിറ്റർ ടർബോ ഗ്യാസിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ എടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ. അതായത് ഫോക്സ് വാഗൻ്റെ ഒക്കെ 1.5 TSI വരെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു എഞ്ചിനാണ് ഹ്യുണ്ടായുടെ ഈ പുതിയ എഞ്ചിൻ. ഈ ഒരു ഒറ്റ എഞ്ചിൻ്റെ കൂടെ മാത്രമേ ഈ ഒരു വാഹനം എൻലൈനിൽ വരുന്നുള്ളൂ, ബാക്കിയൊന്നുമില്ല. 1.5 ഡീസൽ, 1.5 പെട്രോളൊന്നുമില്ല. പിന്നെ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് എന്തായാലും അവർ DCTയോടുകൂടി മാത്രം നിർത്തിയിട്ടില്ല. നിങ്ങൾ DCT എടുക്കുകയാണെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് പോലുള്ള അഡീഷണൽ സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷേ എന്നാൽ എൻതൂസിയാസിനെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ അവർ ഇപ്രാവശ്യം ഫൈനലി നമ്മുടെ പുതിയ ക്രെറ്റ 1.5 ടർബോയുടെ കൂടെ, അതായത് എൻലൈൻ്റെ കൂടെ മാനുവൽ ട്രാൻസ്മിഷനും കൊടുത്തിട്ടുണ്ട്. ആ മാനുവലിൻ്റെ ഗിയർ ലിവർ കാണാൻ നല്ല രസമുണ്ട്. ഹ്യുണ്ടായുടെ എൻലൈൻ സ്പെസിഫിക് വണ്ടികൾ അല്ലെങ്കിൽ എൻ സ്പെസിഫിക് വണ്ടികൾ വരുന്ന ഗിയർ ലിവർ ഭയങ്കര രസമാണ് കാണാൻ. ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രീമിയം ഫിനിഷ് കിട്ടും. മാത്രമല്ല ഒരു നല്ല സ്പോർട്ടി ലുക്കാണ് ഇതിൻ്റെ ഗിയർ ലിവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മൊത്തത്തിലൊരു ക്രോം സറൗണ്ട് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമാണ് അത് കാണാൻ. ഇത് ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, അവർ മാനുവൽ കൊടുത്തില്ല, ജസ്റ്റ് ടോപ്പ് എൻഡ് 1.5 ടർബോ ആണെങ്കിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മാനുവൽ എടുക്കാൻ പറ്റില്ല, ഓട്ടോമാറ്റിക് DCT മാത്രമേ എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്തായാലും അത് മാറിയിട്ടുണ്ട്. ബാക്കി സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, പിന്നെ ബ്രേക്ക്, അതായത് EBD, ABS, അങ്ങനെയൊന്നും പറയണ്ട, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 വേരിയൻസ് ആണ് വരുന്നത്. N8 ഉണ്ട്, N10 ഉണ്ട്. N8 നമുക്ക് മാനുവലും DCTയിലും അവൈലബിൾ ആണ്, N10 മാനുവലും DCTയിലും അവൈലബിൾ ആണ്. N8ൻ്റെ മാനുവൽ മോഡലിലെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 16.82 lakhs ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഇതിൻ്റെ അകത്ത് നേരത്തെ 1.5 ടർബോ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 lakhs ആയിരുന്നു എൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഒറ്റ വേരിയൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ N8 ആണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ഡയറക്റ്റ് 1.5 lakhs പ്രീമിയം കൊടുക്കണം. DCT ആണ് 18.32 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ്. പിന്നെ വരുന്ന N10, അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് മാനുവൽ വരുന്നത് 19.34 lakhs ആണ്, ഓട്ടോമാറ്റിക്കലി വരുന്നത് 20.29 lakhs, 20.3 അടുത്ത് വരും. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ നോർമൽ ഇതിൻ്റെ വേരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് N9 ജസ്റ്റ് 30,000 അടുത്താണ് പ്രീമിയം പ്രൈസ് പോയിന്റ് വരുന്നത്. ഒരു 30 to 40,000 അടുത്ത് നിങ്ങൾ കൂട്ടിക്കോ. ആ ഒരു പ്രൈസ് നിങ്ങൾ അധികം കൊടുക്കുന്നതിൽ എനിക്ക് ഒരിക്കലും ഇതൊരു മോശം ഡീലായിട്ട് തോന്നുന്നില്ല. കാരണം ഇഷ്ടംപോലെ സാധനങ്ങൾ അവർ ഇതിൻ്റെ അകത്ത് കൂടുതൽ തരുന്നുണ്ട്. ബെറ്റർ സസ്പെൻഷൻ ഉണ്ട്, അതുപോലെ ബെറ്റർ സ്റ്റിയറിംഗ് വീൽ ഉണ്ട്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്റ്റിഫ് സസ്പെൻഷൻ ഡാമ്പേഴ്സ് ആയിരിക്കും നമ്മൾ നോർമൽ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്. അതായത് കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇത്തിരി കൂടെ സ്റ്റേബിൾ ആയിരിക്കും, ആൻഡ് നമുക്ക് കുറച്ചുകൂടി സുഖമായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ നോർമൽ ക്രെറ്റ ടോപ്പ് എൻഡ് എടുക്കുന്നതിലും ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഡീലായിരിക്കും ഇതിൻ്റെ എൻലൈൻ വേരിയൻ്റ് എടുക്കുന്നത്. എനിക്ക് പേഴ്സണലി വെർണയുടെ എൻലൈൻ ആയിരുന്നു കാണാൻ കുറച്ചും കൂടി താല്പര്യം. കാരണം അത് ഈ എഞ്ചിൻ വെച്ച് വരുമ്പോൾ ഭയങ്കര പവറുമാണ്. ഇപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. എൻലൈൻ വരികയാണെങ്കിൽ അതും കൂടെ സോർട്ട് ആകുമായിരുന്നു. എനിവേ ഗൈസ്, ഇതാണ് പുതിയ ക്രെറ്റ എൻലൈൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.